തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല. പക്ഷെ നമ്മുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട ചെറിയ പെരുന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. ഗൾഫിലൊക്കെ നാളെയാണ് പെരുന്നാൾ. ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് നാളെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റന്നാളായിരിക്കാം. ഈ കാള വാല് വെക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം ഒന്നില്ലെങ്കിൽ മൂത്രമൊഴിക്കാനാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ചാണകം ഇടാനാണെന്നുള്ളത് അല്ലേ. അത്തരത്തിൽ ചാണകമിട്ട ഒരാളുടെ വീഡിയോമായിട്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് ഒരു പുതിയ വസ്ത്രത്തിലേക്ക് കയറിയ ഫീല് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിനെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു നല്ലൊരു ഒന്നാം തരം സംഗിണി ചേച്ചിയാണെന്നുള്ളത്. അതായത് നമ്മുടെ നടി ലക്ഷ്മിപ്രിയ, സബീന എന്നായിരുന്നു പണ്ട് പേര്. 10ാമത്തെ വയസ്സിൽ തിരിച്ചറിവുണ്ടായി ഈ ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു മുഷിഞ്ഞ വസ്ത്രമാണ്, അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു ഗതിയും പിടിക്കത്തില്ല, അതുകൊണ്ട് ഒരു പുതിയ വസ്ത്രത്തിലേക്ക് മാറാം എന്ന് വിചാരിച്ചിട്ട് ഹിന്ദുമത വിശ്വാസത്തിലേക്ക് പോയി. ഒന്നാം തരം സംഖ്യയായിട്ടാണ് ഈ ചേച്ചി പോയത്. അതായത് ഇസ്ലാം എന്താണെന്നറിയില്ല, ഖുർആൻ എന്താണെന്നറിയില്ല, ഇസ്ലാമിൻ്റെ യാതൊരുവിധ എട്ടും പൊട്ടും അറിയാത്ത ഈ ചേച്ചി 5ാമത്തെ വയസ്സിലെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ABVP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അന്ന് പോലെ ഈ ചേച്ചിയുടെ മനസ്സ് ചാണകത്തിലേക്ക് തന്നെ. അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ട് ചേച്ചിക്ക് ഈ ഖുർആനോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള. അതായത് ഈ വല്ലുമ്മ എന്ന് പറയുന്നത് 10 കിതാബ് മൊത്തം ഓതിയിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അന്ന് വല്ലുമ്മ എവരോട് പറഞ്ഞിരുന്നു പോലും, നീ ഇങ്ങനെ ഇതിനകത്തൊന്നും കിടക്കേണ്ട ആളല്ല, നീ ഇതിൽ നിന്നൊക്കെ കയറും പൊട്ടി ചോടേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ തന്നെ ചേച്ചി ഓടി. ഇപ്പം സംഖ്യ കൂടെ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര താരം ലക്ഷ്മിപ്രിയ പെരുമ്പാവൂർ NDA സ്ഥാനാർത്ഥി 2020 ഭാഗമായിട്ട് നിന്നുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മത്സരിക്കാൻ വരുന്നതിന് മുമ്പാണ് ചേച്ചി ഒരു ചാനൽ നൽകിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ വലിയ രീതിയിൽ ഫേമസ് ആയത്. അതായത് ഇസ്ലാം എന്ന മുഷിഞ്ഞ വസ്ത്രത്തിൽ നിന്ന് മാറി ഒരു പുതിയ വസ്ത്രത്തിലേക്ക് ഞാൻ കയറിയ ഫീല്. അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്ന് നിങ്ങളോടെല്ലാം പറഞ്ഞായിരുന്നു, ചേച്ചി നല്ലൊരു ഒന്നാം തരം സംഖ്യയാണ്, സംഖ്യകൾക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ പെരുമ്പാവൂരിലെ ജനങ്ങളുടെ കയ്യിലേക്കാണ് ഈ സാധനത്തിനെ കിട്ടുന്നത്. സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു കഴിവ് വേണം. അപ്പം നമ്മുടെ ഈ ചേച്ചിക്ക് ഈ മുഷിഞ്ഞ വസ്ത്രത്തിനോട് ഭയങ്കര പുച്ഛമാണ്. അപ്പോൾ പുതിയ വസ്ത്രക്കാരോട് മാത്രമാണ് ചേച്ചിക്ക് ഇപ്പോൾ ഒരു സ്നേഹമുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചോണം, നിങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണ്. ഈ അവസരം വേണ്ട രീതിയിൽ നിങ്ങളത് കൃത്യമായിട്ട് വിനിയോഗിക്കണം. എന്തായാലും നമുക്ക് ലെവൽ പറയുന്നതൊന്ന് കേട്ടു നോക്കിയാലോ. പോവാം. ഇപ്പോൾ ഈ ഇലക്ഷന് മത്സരിക്കുകയാണ് പെരുമ്പാവൂർ. അപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചേച്ചി പറയാനുള്ളത്? ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. ഞാനൊരു സിനിമാ നടിയാണ് എന്ന് വെച്ചിട്ട് എൻ്റെ പ്രവർത്തന മേഖല വേറെയാണ് എന്ന് ആരും വിചാരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇടപെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട പെരുമ്പാവൂർ നിവാസികളായിട്ടുള്ള വോട്ടർമാർ എനിക്ക് വോട്ട് ചെയ്യണം, നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചേച്ചി പണ്ട് മുതലേ NDAയ്ക്കും BJPയുടെയും ഇതിലാണ് ചേച്ചി നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞിരുന്നു മരണം വരെയും ഞാൻ BJPയിൽ തന്നെ നിലനിൽക്കും, വോട്ട് ചെയ്യും. അത് പറയാനായിട്ട് ചേച്ചിക്ക് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ABVPയുടെ കാൻഡിഡേറ്റ് ആയിട്ട്. അന്ന് ABVP എന്താണെന്ന് പോലും എനിക്കറിയാത്ത സമയത്ത് ABVPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ 5ാം ക്ലാസ്സിൽ സ്കൂൾ ഇലക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ആ ഒരു വർഷത്തിന് ശേഷം ഇലക്ഷൻ ഇല്ല, പക്ഷേ ABVPക്ക് അന്ന് വോട്ടൊന്നും കിട്ടിയിരുന്നില്ല. എനിക്ക് ഞാനിട്ട വോട്ട് ഒരൊറ്റ വോട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ABVP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് പിന്നെ വാജ്പേയി സർ, അടൽ ബിഹാരി വാജ്പേയി സർ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അതിനുശേഷവും വീണ്ടും കോൺഗ്രസ് ഭരണം ഇങ്ങനെ പോയി ലാസ്റ്റ് നരേന്ദ്രമോദിജിയിലേക്ക് എത്തുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഭാരതത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള 70 വർഷം നമ്മളുടെ കോൺഗ്രസ് സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവരാത്ത എല്ലാ കാര്യങ്ങളും ചുരുക്കം ചില വർഷങ്ങൾ കൊണ്ടുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നെ ഏറ്റവും അധികം, ആ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നെ BJPയിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മരണം വരെയും NDA സർക്കാരിനൊപ്പവും BJPക്കാരിയായിട്ടും ഒക്കെ ഇരിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ 2020യുടെ പാർട്ട് ആയതുപോലും 2020 മുന്നോട്ട് വയ്ക്കുന്ന വികസന ആശയങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും NDA ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന, BJP സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ തന്നെയാണ്, പ്രവർത്തനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2020 എന്ന് പറയുന്ന ഘടകകക്ഷിയിൽ ചേരുന്നതിന് പോലും യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ചേച്ചി ഫുൾ ചാണകമാണ്, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചാണകത്തെ ചവിട്ടിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ചാണകത്തെ ചവിട്ടാനായിട്ടുള്ള ചാൻസ് BJP കേരളത്തിൽ കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ BJPയുടെ ഒരുപാട് മുതിർന്ന നേതാക്കന്മാർക്ക് ഈ പ്രാവശ്യം സീറ്റ് കൊടുക്കാത്തതിൽ വല്ലാത്ത രീതിയിലുള്ളൊരു കല്ലുകടിയൊക്കെയാണ്. പിന്നെ BJPയിലേക്ക് വരുന്നതിന് മുമ്പ് 5ാം ക്ലാസ്സിൽ വെച്ച് ചേച്ചി ABVPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അന്ന് ഒറ്റ ഓട്ടം കിട്ടിയ എൻ്റെ പെരുമ്പാവൂരിലെ ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ള ആൾക്കാരും
ആ മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ കഥ കേട്ടിട്ടുള്ള ഇതര മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങളും ചേച്ചി പറഞ്ഞതുപോലെ അന്ന് ABVP കിട്ടിയിട്ടുള്ള ആ വോട്ടില്ലേ, ആ വോട്ട് പോലെ ഇപ്രാവശ്യവും കൂടെ ഒന്ന് കൊടുത്ത് ഏതെങ്കിലും ഒന്ന് മൂലക്കിരുത്താണെന്നുണ്ടെങ്കിൽ സമാധാനവും അതിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മുടെ മോദിജി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിൽ തന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ചേച്ചി ചാണകത്തിൽ ചവിട്ടിയെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഈ 3000 കോടിക്കൊക്കെ പ്രതിമ പണിഞ്ഞു വെച്ചിട്ട് അത് കാക്കയ്ക്കും ഒക്കെ തൂറാനായിട്ടുള്ള അവസരം ഉണ്ടായി കൊടുത്ത് രാജ്യത്തിൻ്റെ എല്ലാ പൊതുമുതലും കൊണ്ടുപോയിട്ട് അംബാനിക്കും അദാനിക്കും ഒക്കെ കൊണ്ട് അടിയറ വെച്ചിട്ടുള്ള വികസന പ്രവർത്തനമാണോ ചേച്ചി കണ്ടിട്ട് ഇൻസ്പിറേഷനായിട്ട് ചേച്ചി BJP പോയത്? ഇതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. അതെ, 100% ആത്മവിശ്വാസമുണ്ട്. പെരുമ്പാവൂർ എന്ന് പറയുന്നത് എന്റെ തൊട്ട അയൽപക്കത്തുള്ള സ്ഥലമാണ്. പെരുമ്പാവൂരത്തെ ഓൾമോസ്റ്റ് പ്രശ്നങ്ങളും എനിക്കറിയാം. നിരന്തരം കണ്ടുകൊണ്ടും സംവദിച്ചുകൊണ്ടും ഇരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു തൃപ്പൂണിത്തുറയിൽ അല്ല എന്നൊരു തോന്നലില്ല. അതേപോലെ തന്നെയാണ് എനിക്ക് ഒരു കാര്യമായി കഴിഞ്ഞു. അതെ, മനസ്സുകൊണ്ട്. അതിൽ തന്നെ ഇപ്പോ BJPയുടെ വേദിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു BJP സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് വരുമെന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും കരുതിയിരുന്നത്. ഇത് പെട്ടെന്നൊരു മാറ്റം. അതായത് BJP വിളിക്കുന്ന സമയത്തൊക്കെ മകള് ചെറുതായതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാതിരുന്നത്. തന്നെ അതിന്റെ ഒരു സമയമായിട്ടില്ല. നമുക്കും ഒരു പരുവപ്പെടൽ എന്ന് പറയുന്ന പഠിക്കാൻ വെറുതെ ചാടി ചെന്നിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഒരാളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കത് തരാനായിട്ട് അവർക്ക് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളിലും ഉണ്ടാവണം. അപ്പോൾ എന്താ പറയാ, 2020യെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന്റെ ഒരു വലിയ പാത അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ജോയിൻ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് മനസ്സിലായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ 2020യിലേക്ക് വന്നത്. അപ്പോഴാണ് ഒരു വിളി വന്നത്. അപ്പോഴാണ് ഒരു വിളി വരുന്നത്, സാബുചേട്ടന്റെ വിളി വരുന്നത്. അപ്പോൾ BJP ഇന്ന് പ്രാവശ്യം ഒരു ക്ഷണം ഉണ്ടായിരുന്നു? ഇല്ല, അതിന് മുൻപ് തന്നെ ഇവിടുന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ പിന്നെയും വിചാരിക്കും, വേണോ വേണ്ടയോ എന്ന് വിചാരിക്കും. പക്ഷേ വേണം എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നതിന് ഒരുപാട് ചിന്തകളുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് തന്നെ ഭയങ്കര തിരക്കിലാണല്ലോ അല്ലെ? അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇപ്പൊ രാഷ്ട്രീയത്തിലേക്കും കൂടി അമ്മയിലെ ഇപ്പൊ നമ്മൾ ചക്രം ഉരുട്ടി കഴിഞ്ഞു. വണ്ടി അത് മൂവായി, അതങ്ങനെ നന്നായിട്ട് സുഗമമായിട്ട് പോകുന്നുണ്ട്, ട്രാക്കിലായി. നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായിരുന്നത് നമ്മുടെ അമ്മയുടെ കുടുംബസംഗമമാണ്. നമ്മളത് ഭംഗിയായിട്ട് എല്ലാവരും കൂടി അത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. 1.5 മാസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ളത്. അപ്പം 1-2 കമ്മിറ്റിയിലൊക്കെ ഞാൻ പോയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫോണും എല്ലാം ഉണ്ടല്ലോ, എല്ലാവരുടെയും ഒരു വിളിപ്പുറത്ത് നമ്മളുള്ളത് കൊണ്ട് കുഴപ്പമില്ല മാനേജ് ചെയ്യാനായിട്ട്. ബീന എന്ന ലക്ഷ്മിപ്രിയ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? 2020യുടെ ഭാഗമായി പണ്ട് BJPയിൽ സ്ഥാനാർത്ഥിയായിട്ട് പലപ്പോഴും വിളിച്ചപ്പോൾ ചേച്ചിക്ക് പോകാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പെരുമ്പാവൂരിലെ ജനങ്ങളുടെ ഹൃദയം അറിയുന്ന, പെരുമ്പാവൂരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ അറിയുന്ന ചേച്ചിയെ നിങ്ങളെല്ലാവരും വിജയിപ്പിക്കുമല്ലോ അല്ലേ? വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ ചേച്ചിയെ വിജയിപ്പിക്കണം. കാരണം മുഷിഞ്ഞ വസ്ത്രക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുക, നല്ല വസ്ത്രം ധരിച്ച ഫീലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കയറി നിൽക്കുക, കയറി നിന്ന് നന്നായിട്ട് ചേച്ചിയെ അങ്ങോട്ട് വിജയിപ്പിക്കുക എന്ന് മാത്രമേ ഞാൻ എന്തായാലും പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയാം. നമ്മുടെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ അവഹേളിച്ച, ഒരു മതത്തെ അവഹേളിച്ച ഇവർ ഏത് മതത്തിലോട്ട് പോയാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ജനിച്ച് 18 വയസ്സ് വരെ വളർന്നു വന്നിട്ടുള്ളൊരു മതം മുഷിഞ്ഞ മതമാണ് എന്ന് പറയുന്ന ഇവർ മറ്റൊരു മതത്തിൽ പോകുമ്പോൾ ആ മതവും ഒരു പക്ഷേ ചിലപ്പോൾ മുഷിഞ്ഞേക്കാം. കാരണം ജനിച്ച് വളർന്നു വന്ന മതത്തിൻ്റെ അത്രയും എന്തായാലും പോയ മതത്തിനുണ്ടാവില്ലല്ലോ. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പവിത്രതയും മഹത്വവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലുള്ള ആളുകളെ സൂക്ഷിക്കുക. അവസരം കിട്ടുമ്പോൾ അവർ ചിലപ്പം ഇനിയും പുതിയ വസ്ത്രങ്ങൾ തേടിപ്പോകും, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകും. ചാൻസുകൾ കൂടുതലാണ്. എന്താണേലും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് അർമാദിച്ച് അങ്ങോട്ട് കൊടുത്തോ. ബൈ.